നമസ്കാരം. സ്നേഹത്തിൻ്റെ വഴികൾ പലപ്പോഴും വാക്കുകളിലൂടെയല്ല, നോട്ടങ്ങളിലൂടെയും നിശബ്ദതകളിലൂടെയുമാണ് തുറക്കപ്പെടുക. ഏറെ നാളായി മനസ്സിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന ഒരു രഹസ്യം ഇന്ന് പുറത്തു വരികയാണ്. ജിമ്മിയുടെയും സിൽവിയുടെയും ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് സൃഷ്ടിക്കുന്ന സംഭവങ്ങളുമായി നാമ്പെടുക്കുന്ന പ്രണയത്തിൻ്റെ 50-ാം ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ചേടത്തിമാർ രണ്ടുപേരും വിശദമായ സംസാരമാണ്. വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ നേരത്തെ തയ്യാറാക്കി വെക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ആളുകൾ വന്നതിന് ശേഷം മതി എന്നൊക്കെയാണ് ചർച്ചകൾ. സാറാമ്മ ചേടത്തിക്കിത് സ്വന്തം കാര്യം പോലെയാണ്. അതാണ് ഇത്ര ശുഷ്കാന്തി. അമ്മച്ചിമാർ രണ്ടും കൂടെ കുറേ നേരമായി വർത്തമാനം തുടങ്ങിയിട്ട്. താനും കൂടി അറിയേണ്ടതായിരുന്നെങ്കിൽ തന്നെ വിളിച്ചേനെ, അതവൾക്കറിയാം. എന്നാലും അവർ പറയുന്നത് അറിയാതിരിക്കുന്നത് എങ്ങനെ? ഇത്ര കാര്യമായി പറയുന്നത് എന്നതാന്ന് സിൽവിക്ക് പിടികിട്ടിയതുമില്ല. എന്നാൽ തന്നെ കൂടി അങ്ങോട്ടൊന്ന് വിളിക്കണ്ടേ? അതൊട്ട് ചെയ്തതുമില്ല. വിളിച്ചില്ലേലും പറയുന്നത് കേൾക്കാതിരിക്കുന്നത് എങ്ങനെയാ? അതുകൊണ്ടവൾ അടുത്ത മുറിയിലിരുന്ന് ചെവി വട്ടം പിടിച്ച് എല്ലാം കേട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ വിവരം സിൽവിക്ക് പിടികിട്ടിയത്. അല്ലെങ്കിൽ സിൽവി വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് കാട് കയറിയേനെ. ചേടത്തിമാർ തമ്മിലുള്ള സംസാരം കഴിഞ്ഞപ്പോൾ സാറാമ്മ ചേടത്തി സിൽവിയെ വിളിച്ച് എല്ലാവർക്കും ചായ ഇടുന്ന കാര്യം ഏൽപ്പിച്ചു. വല്ലവും പണിയെടുക്കുന്ന കാര്യം വന്നപ്പോൾ വിളിച്ചേക്കുന്നു. സിൽവി എന്തൊക്കെയോ മുറുമുറുത്തുകൊണ്ട് ചായ ഇടാൻ അടുക്കളയിലേക്ക് പോയി. അവർ രണ്ടുപേരും മുറ്റത്ത് ജിമ്മിയും അപ്പച്ചൻ ചേട്ടനും സംസാരിച്ചിരിക്കുന്നിടത്തേക്ക് ചെന്നു. അന്നമ്മ ചേട്ടത്തി, ഏതായാലും വീടിൻ്റെ കാര്യം ശരിയായി. ഇനി ഈ ചെറുക്കന് ഒരു കല്യാണവും കൂടി ആലോചിക്കേണ്ടതല്ലേ? രണ്ടും കൂടി ഒരുമിച്ച് നടത്താനായിരുന്നു അന്ന് ഞാൻ നിർദ്ദേശിച്ചത്. ഇപ്പോൾ അത് ശരിയായില്ല. എന്നാലും കുറച്ച് കഴിയുമ്പോഴെങ്കിലും നടത്തണ്ടേ? ഇനിയിപ്പോൾ പെരുമഴക്കാലമാണ് വരാൻ പോകുന്നത്. അതിനു മുൻപ് നടക്കാൻ പാടാണ്. എന്നാലും മഴ കഴിയുന്ന സമയമാകുമ്പോഴേക്കും ഒന്ന് ആലോചിച്ച് തീരുമാനിച്ച് വെക്കണം എന്ന് എനിക്കൊരഭിപ്രായമുണ്ട്. എനിക്കിപ്പോൾ പറയാനല്ലേ പറ്റൂ. എല്ലാ കാര്യത്തിനും കുഴപ്പം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരാളുടെ അഭാവമാണ്. എന്നാലും അതോർത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പച്ചൻ ചേട്ടൻ പറഞ്ഞത് തികച്ചും ശരിയാണ്. ഏതായാലും ഇവൻ്റെ കല്യാണം നടത്തണം. പാലുകാച്ചലിനൊപ്പം തന്നെ കല്യാണവും വേണമെന്ന് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. എല്ലാം കൂടി ഒത്തുവരണ്ടേ? എല്ലാത്തിനും ഇവനല്ലേ ഉള്ളൂ. വീടും ജോലിയും അപകടവുമെല്ലാമായി അവന് നിലത്തിരിക്കാൻ നേരം കിട്ടിയില്ലല്ലോ. അതിനിടയ്ക്ക് കല്യാണക്കാര്യം കൂടി വേണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അതാണ് അന്ന് അതിനെപ്പറ്റി പറയാതിരുന്നത്. ഇപ്പോൾ ആ തിരക്കുകളെല്ലാം കഴിഞ്ഞില്ലേ? 13-ാം തീയതി വീട് വെഞ്ചിരിപ്പ് കഴിയുന്നതോടുകൂടി ആ തിരക്കുകളെല്ലാം പൂർണ്ണമായും കഴിയും. കല്യാണം ആലോചിക്കുന്നതിന് പിന്നെ എന്നതാ പ്രശ്നം? പിന്നെ നമുക്ക് ശാന്തമായി ഒരാളെ ആലോചിച്ച് കണ്ടുപിടിച്ച് വേണ്ട കാര്യങ്ങളെല്ലാം തീരുമാനിച്ചൊക്കെ വരുമ്പോഴേക്കും മഴക്കാലം കഴിയും. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. സാറാമ്മ ചേടത്തിയുടെ അഭിപ്രായം അതായിരുന്നു. എല്ലാവരും എങ്ങും തൊടാതെയുള്ള വർത്തമാനമാണ്. എല്ലാവർക്കും കാര്യമറിയാം. എന്നാലും ആർക്കും പറയാൻ കഴിയില്ല. അതിന് ഇവൻ ആരെയോ കണ്ടുവച്ചിട്ടുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. അതാരെയാണ് എന്നിവരൊട്ട് പറയുന്നതുമില്ല. ആരാണെന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് കയറി അങ്ങ് ആലോചിക്കുകയല്ലേ വേണ്ടൂ.
ഇത്രയുമായപ്പോൾ കാര്യമങ്ങ് പറഞ്ഞേക്കാം എന്ന് അന്നമ്മ ചേടത്തിക്ക് തോന്നി. അല്പം സങ്കോചമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അന്നമ്മ ചേടത്തി മടിച്ചു പറഞ്ഞു, കണ്ടുവച്ച ആളിനെ ഞാൻ പറയാം. എത്ര നാളെന്ന് കണ്ടാ ഇതിങ്ങനെ ഒളിച്ചു വയ്ക്കുന്നത്? ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ച് അപ്പച്ചൻ ചേട്ടനും സാറാമ്മയ്ക്കും എന്നോട് വിരോധമൊന്നും തോന്നരുത്. ഏതെങ്കിലും കാരണവശാൽ ഞാൻ പറയുന്നത് അവിവേകമാണ് എന്ന് തോന്നിയാൽ അങ്ങ് ക്ഷമിച്ചു കളയുക. ഇതേ സ്നേഹബന്ധം എന്നും ഇതേപോലെ തന്നെ നിലനിൽക്കുകയും വേണം. അധികം വളച്ചുകെട്ടില്ലാതെ ഞങ്ങളോട് പറയാവുന്ന സ്വാതന്ത്ര്യം ചേടത്തിക്കുണ്ടല്ലോ. പിന്നെ എന്തിനാ ഇത്രയും വളഞ്ഞു തിരിയുന്നത്? കാര്യം പറഞ്ഞോ, വിഷമിക്കുകയൊന്നും വേണ്ട. ഇവിടുത്തെ സിൽവിയെ അവന് വലിയ ഇഷ്ടമാണ്. ഇതുവരെ അവൻ അങ്ങനെ എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. അവൾക്ക് ഇവനെയും ഇഷ്ടമാണെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. പക്ഷേ രണ്ടും തമ്മിൽ ഇതുവരെ പരസ്പരം പറഞ്ഞിട്ട് പോലും ഇല്ല എന്നാണ് തോന്നുന്നത്. അങ്ങുമിങ്ങും നോക്കി നിന്നുള്ള പ്രണയം എന്ന് പറയുന്നത് പോലെയാണ് ഇത്. നീ ആള് കൊള്ളാമല്ലോ ജിമ്മി. നമ്മൾ ഒരുമിച്ച് ഏതെല്ലാം കാര്യങ്ങൾക്ക് പോയിട്ടുള്ളതാണ്. എപ്പോഴെങ്കിലും നിനക്ക് എന്നോടൊന്ന് പറയാൻ തോന്നിയില്ലല്ലോ. അത് പിന്നെ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും പറയും പോലെയോ ചോദിക്കും പോലെയോ ആണോ ഇത്? മാത്രവുമല്ല, അങ്ങനെ പറഞ്ഞ് ആ വകയിലൊരു പരിഭവമെങ്ങാനും ഉണ്ടായാലോ? ഈ നാട്ടിൽ എനിക്ക് ആകെയുള്ള ഒരു സ്നേഹബന്ധം നഷ്ടപ്പെട്ടാലോ എന്ന് വിചാരിച്ചു. ആ ഭയം കൊണ്ടാണ് പറയാതിരുന്നത്, അല്ലാതെ മനഃപൂർവ്വമല്ല. എന്നും ഒളിച്ചു വയ്ക്കാൻ കഴിയില്ലെന്നും എനിക്കറിയാമായിരുന്നു. ഏതായാലും ഞാൻ അവളെ കൂടെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കട്ടെ. അവൾ എന്തു പറയുന്നു എന്നറിയാമല്ലോ. എനിക്ക് അവൾ പറയുന്ന അഭിപ്രായമാണ് പ്രധാനം എന്നറിയാമല്ലോ. ഇത്ര കാലവും ആരും അറിയാതെ ഇക്കാര്യം ഒളിച്ചു വെച്ച ഇവരെ എന്നാ ചെയ്യണം? മാതൃകാപരമായി എങ്കിലും ശിക്ഷിക്കേണ്ടതല്ലേ സാറാമ്മേ? പോട്ടെന്നേ, പിള്ളേരല്ലേ. അതുങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞില്ലെന്ന് കരുതിയാൽ മതി. ഏതായാലും അവളോടുകൂടി ചോദിച്ചിട്ട് ഞങ്ങൾ തീരുമാനം പറഞ്ഞാൽ പോരെ ചേട്ടത്തി? ധാരാളം മതി. എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ജിമ്മിയും അന്നമ്മ ചേട്ടത്തിയും കൂടെ ഉടനെ തന്നെ ക്വാർട്ടേഴ്സിലേക്ക് തിരിച്ചുപോയി. മുറ്റത്തിരുന്ന് പറയുന്നതിൻ്റെ അറ്റവും മുറിയും ഒക്കെയായി കുറച്ച് കാര്യങ്ങൾ സിൽവി കേട്ടു. വീടിനകത്ത് നിന്ന് സിൽവി ആകെ ടെൻഷൻ അടിച്ചിട്ട് നിൽക്കക്കള്ളിയില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. അന്നേരമാണ് ചാച്ചൻ മുറ്റത്തേക്ക് വിളിക്കുന്നത്. എന്തിനാണാവോ ദൈവമേ, എന്നെ ഇനിയും പരീക്ഷിക്കാനാണോ? അവൾ മടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. ചാച്ചൻ വിളിച്ചായിരുന്നോ? എന്തിനാ വിളിച്ചത്? കാപ്പി വേണോ? കാപ്പിയൊന്നും വേണ്ട. നിന്നോട് ഒരു കാര്യം ചോദിക്കാനും അതിൻ്റെ തീരുമാനം അറിയാനുമാണ് ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചത്. ചാച്ചൻ ചോദിച്ചോ, ഞാൻ ഉത്തരം പറഞ്ഞേക്കാം. സത്യം പറഞ്ഞോണം, നിനക്ക് ജിമ്മി സാറിനെ ഇഷ്ടമാണോടി? അങ്ങനെയാണെങ്കിൽ എന്തിയടി ഇതുവരെ ഞങ്ങളോട് പറയാതെ ഇരുന്നത്? ജിമ്മി സാറിനെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ് എന്ന് തന്നെ ഞാൻ പറയും. കാരണം സാറല്ലേ എന്നെ പഠിപ്പിച്ചത്, തോറ്റുകിടന്ന എന്നെ ജയിപ്പിച്ചതും. അതുകൊണ്ടല്ലേ എനിക്ക് TTCക്ക് പഠിക്കാനും പിന്നീട് അധ്യാപികയാകാനും കഴിഞ്ഞത്. അപ്പോൾ പിന്നെ എനിക്ക് സാറിനെ എങ്ങനെ ഇഷ്ടമല്ലാതിരിക്കും? അത് നല്ലത് തന്നെ. പക്ഷേ ഇപ്പോൾ ചോദിച്ചത് ആ ഇഷ്ടത്തെപ്പറ്റിയല്ല. ഞങ്ങൾ നിനക്ക് ഒരു കല്യാണം ആലോചിക്കുകയാണ്. ചെറുക്കൻ ജിമ്മി സാർ. നിനക്ക് സമ്മതമാണോ എന്നാണ് ചോദ്യം. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? എനിക്ക് ജോലി കിട്ടിയിട്ട് കല്യാണം മതി എന്നല്ലേ അന്ന് പറഞ്ഞത്? ഇപ്പോൾ എനിക്ക് ജോലി ആയിട്ടില്ലല്ലോ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞാൽ പോരെ?
അധികം ഉരുളാതെ കാര്യം പറ മോളെ. നീ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. എന്നാലും നീ പറയണമല്ലോ. നിനക്കിഷ്ടമാണെങ്കിൽ ഈ ചാച്ചന് വിരോധമില്ലടി. ധൈര്യമായി നീ അങ്ങ് പറഞ്ഞു. മറ്റെന്തെല്ലാം കാര്യങ്ങൾ നീ എന്നോട് പറയുന്നു, അതുപോലെ തന്നെ ഇതും പറഞ്ഞാൽ മതിയെന്നേ. ചാച്ചനോടല്ലേ, പിന്നെ നീ എന്തിനാ മടിക്കുന്നേ? പറയാതെ മനസ്സിലായെങ്കിൽ അതനുസരിച്ചങ്ങ് ചെയ്താൽ പോരെ. പിന്നെ എന്തിനാണ് എൻ്റെ ഒരു അനുവാദം? എനിക്കിഷ്ടമാണ് ജിമ്മി സാറിനെ കല്യാണം കഴിക്കാൻ. അത് പറഞ്ഞതേ അവൾ അകത്തേക്ക് ഓടി. എന്നിട്ട് പോയി തലയിണയിൽ മുഖം അമർത്തി വെച്ച് ചിരിച്ചു. എത്ര കാലത്തെ ആഗ്രഹമാണ്. അവസാനം അത് പൂവണിയാൻ പോകുന്നു. പതഞ്ഞു പൊങ്ങുന്ന സന്തോഷം ആരോട് പറഞ്ഞു തീർക്കും? ജിമ്മി സാറിനെ കണ്ടിരുന്നെങ്കിൽ സാറിനോട് തന്നെ പറയാമായിരുന്നു. അതിന് ആള് പോയില്ലേ? അല്ലെങ്കിൽ പിന്നെ നാളെ ക്വാർട്ടേഴ്സിൽ പോകണം. അത് വേണ്ട. ഇനി ആരോട് പറയണേലും നാളെ ആകണം. തൽക്കാലം ചിരിച്ചു തന്നെ തീർക്കാം. നാളെ ജാസ്മിനെ വിളിച്ച് വിവരം പറയണം. ക്വാർട്ടേഴ്സിൽ നിന്ന് കിട്ടിയ ജിമ്മി സാറിൻ്റെ ഒരു പടം കയ്യിൽ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് നോക്കി അവൾ പറഞ്ഞു, മോനെ ജിമ്മി സാറേ, കാര്യങ്ങളെല്ലാം ശരിയായ വഴിയിലേക്ക് നീങ്ങുകയാണ് കേട്ടോ. ചാച്ചൻ സമ്മതിച്ചു. ഇനി ഒളിച്ചുകളി ഒന്നും നടക്കില്ല. ജീവിതത്തിൽ ഇന്നോളം അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അധികം സന്തോഷം അനുഭവിച്ച ദിവസമാണ് അതെന്ന് അവൾക്ക് തോന്നി. അതവളുടെ തോന്നലായിരിക്കുമോ, അതോ അവളുടെ ആശകൾ പൂവണിയുമോ? സിൽവിയുടെ മനസ്സിലെ പ്രണയം ഒടുവിൽ വീട്ടുകാരുടെ മുന്നിൽ തുറന്നു പറയപ്പെട്ടു. എന്നാൽ ജിമ്മിയുടെ ഭാഗത്ത് ഇനി എന്താണ് നടക്കാൻ പോകുന്നത്? പ്രണയം വിവാഹത്തിലേക്ക് എത്തുമോ? അതോ ജീവിതം വീണ്ടും പുതിയ പരീക്ഷണങ്ങൾ ഒരുക്കുന്നുണ്ടോ? അതറിയാൻ അടുത്ത ഭാഗം കേൾക്കണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കല്ലേ.